ഞാൻ ഇന്നൊരു ജോബ് റോള് കണ്ടിട്ടോ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോബ് റോള്. ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോബ് റോള്. അപ്പോൾ ഞാൻ ജോബ് റോൾ ഒന്ന് വായിച്ചു തരാം. ഇമ്മീഡിയറ്റ് ഹയറിംഗ് സൗദി അറേബ്യ. വി ആർ അർജന്റ്ലി ഹയറിംഗ് കാൻഡിഡേറ്റ്സ് ഫോർ സൗദി അറേബ്യ. സാലറി ഒക്കെ ഉണ്ട്, ഒരു 2200 ടു 3K SAR വരെയൊക്കെ കിട്ടുന്നുണ്ട്. ബെനിഫിറ്റ്സ്, ഫുഡ് അലവൻസ്, അക്കോമഡേഷൻ ഒക്കെ ഉണ്ട്. ബട്ട് ഇതിൽ വേണ്ട സ്കിൽസ്, ഈ ഒരു റിക്വയർഡ് സ്കിൽസ് കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിയത്. സ്കിൽസ് പറയുന്നത് വെബ്സൈറ്റ് ഡെവലപ്മെന്റ് അറിഞ്ഞിരിക്കണം, വെബ്സൈറ്റിലെ എഡിറ്റിംഗ്സ്, ഫോട്ടോഷൂട്ട്, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, പോസ്റ്റർ ഡിസൈനിങ്. ബാക്കി ഈ ക്ലീനിങ് ഈ വക കാര്യങ്ങളിൽ ചിലപ്പോൾ ഇവർ വിട്ടുപോയതായിരിക്കും. അപ്പോൾ ഇതൊരു ഗ്രൂപ്പിൽ വന്നാണ്. അപ്പൊ അവിടെ കുറെ എന്താ പറയാ, കുറെ ഡിസ്കഷൻസ് നടന്നു. അപ്പൊ അതിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗദിയിൽ അല്ലെങ്കിൽ UAE-യിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ബ്രോ. ബട്ട് ഞാനും എന്റെ ഫ്രണ്ട്സും പലരും UAE-യിലും GCC കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ഞാൻ ഇങ്ങനെ ഇത്രക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോബ് റോൾ കണ്ടിട്ടില്ല. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലും ഇതുപോലെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പൊ എന്താ പറയുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവർ SEO, ഗൂഗിൾ ആഡ്സ്, സോഷ്യൽ മീഡിയ ആഡ്സ്, ചിലരൊക്കെ പോസ്റ്റർ ഡിസൈൻ, അതൊക്കെ നമുക്ക് ഓക്കെ. ബട്ട് ഇത് ഒരു എന്താ പറയുക, ഞാൻ ആലോചിക്കുന്നത് ഒരു വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരാൾക്ക് അതിന് തന്നെ ശരിക്കും ഒരു സിംഗിൾ പേഴ്സണെ കൊണ്ട് ചിലപ്പോൾ എൻറ്റയർലി ആ ഒരു സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അയാൾ തന്നെ ഫോട്ടോ എടുക്കണം, അയാൾ വെബ്സൈറ്റിൽ എഡിറ്റ് ചെയ്യണം, അയാൾ സോഷ്യൽ മീഡിയ ചെയ്യണം. ഇത് ആക്ച്വലി ഒരു 3-4 ഒക്കെ ജോബിന് ഹയർ ചെയ്യേണ്ട ഒരു പൊസിഷനിലോട്ടാണ് ഒരാളെ ഹയർ ചെയ്യുന്നത്. അപ്പൊ ഞാനിത് അവര് എന്താ പറയാ, ഓർഗനൈസേഷൻ എന്ത് വേണ്ടിയിട്ടാണ് ഹയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു റിക്വയർമെന്റ് എന്തായിരിക്കും എനിക്ക്. ബട്ട് നിങ്ങളൊരു ജോബിന് ജോയിൻ ചെയ്യുമ്പോൾ അതിൽ കൊടുക്കുന്ന റിക്വയർമെന്റ്സ് എന്താണ്, അല്ലെങ്കിൽ അതിൽ അവർ പറയുന്ന എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അപ്പൊ ആ ഗ്രൂപ്പിൽ വന്ന ഒരാളുണ്ടായിരുന്നു, ഞാനും ഇതുപോലൊരു ജോബിന് കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കയറിയ ശേഷമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ ജോബ് ഡിസ്ക്രിപ്ഷൻസോ കാര്യങ്ങളൊക്കെ ജോബിന് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ലൈക്ക് ഒരു ദിവസം വീഡിയോ എഡിറ്റിംഗ് ചെയ്യുക, ഒരു ദിവസം ഫോട്ടോഷൂട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ബട്ട് ആസ് എ കരിയറിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ എല്ലാതും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു എക്സ്പെർട്ടൈസിൽ ഒരാളാവാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു ഫീൽഡിൽ മാത്രം എക്സ്പെർട്ടൈസിൽ ആളാവാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ജോബിൽ കയറാൻ വേണ്ടിയിട്ട്.